നമസ്കാരം. ക്യൂ മലയാളി UK ന്യൂസിലേക്ക് സ്വാഗതം. ഓൾ UK ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സർഗം സ്റ്റീവനേജ് മലയാളി അസോസിയേഷൻ്റെയും സ്റ്റീവനേജ് സ്മാഷേഴ്സ് ബാഡ്മിൻ്റൺ ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെയ് 31 രാവിലെ 9 മണിക്ക് സ്റ്റീവനേജിലെ മാരിഡ് ജിംനാസ്റ്റിക്സ് ക്ലബ്ബിൽ ടൂർണമെൻറ്റ് നടക്കും. അഡ്വാൻസ്ഡ് വിഭാഗത്തിൽ വിജയികൾക്ക് 401, 201, 101 പൗണ്ടും ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിന് 251, 101, 51 പൗണ്ടും ആയിരിക്കും സമ്മാനം. രജിസ്ട്രേഷൻ ഫീസ് അഡ്വാൻസ്ഡ് വിഭാഗത്തിന് 50 പൗണ്ടും ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിന് 40 പൗണ്ടും എന്നിങ്ങനെയാണ്. QR കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. നിരവധി ബിസിനസ്സുകൾ സ്പോൺസർഷിപ്പിൽ പങ്കാളികളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. UK മലയാളി സമൂഹത്തിൻ്റെ കായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒത്തുചേരലിനും ഈ മത്സരം വലിയ പങ്കുവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. മെയ് 17 മുതൽ UK പുതിയ വാടക നിയമങ്ങൾ, പ്രത്യേകിച്ച് റെൻറ്റേഴ്സ് റൈറ്റ്സ് ബിൽ പ്രാബല്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ പാതയിലാണ്. ഈ നിയമം വാടകക്കാർക്ക് കൂടുതൽ സുരക്ഷയും അവകാശങ്ങളും നൽകുന്നു. പ്രധാന മാറ്റങ്ങളിലൊന്ന് നോ ഫോൾട്ട് എവിക്ഷൻ നിരോധിക്കുന്നതാണ്. ഇത് വാടകക്കാരെ കാരണമില്ലാതെ ഒഴിപ്പിക്കുന്നത് തടയുന്നു. ഇനി മുതൽ വാടക വർധനവിന് വ്യക്തമായ മാർക്കറ്റ് അടിസ്ഥാനവും 1 വർഷത്തിലൊരിക്കൽ മാത്രം വർദ്ധിപ്പിക്കാനുള്ള നിയന്ത്രണവും ഉണ്ടാകും. എല്ലാ വാടക ഉടമ്പടികളും പീരിയോഡിക് ടെൻഡൻസിയായി മാറും. അതായത് വാടകക്കാർക്ക് 2 മാസത്തെ നോട്ടീസ് നൽകി എപ്പോൾ വേണമെങ്കിലും വീടൊഴിയാം. വാടക വീടുകൾ ഡീസൻറ്റ് ഹോംസ് സ്റ്റാൻഡേർഡ് പാലിക്കണം. അപകടകരമായ അവസ്ഥകൾ പരിഹരിക്കാൻ ഉടമകൾക്ക് കർശന സമയപരിധി ഉണ്ടാകും. വളർത്തുമൃഗങ്ങളെ വയ്ക്കാനുള്ള അവകാശവും വാടകക്കാർക്ക് ലഭിക്കും. എന്നാൽ ഉടമകൾക്ക് ഇൻഷുറൻസ് ആവശ്യപ്പെടാം. ഈ ബിൽ 2025 ജൂലൈയോടെ പൂർണ്ണമായ നിയമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലണ്ടനിലെ സൗത്താളിൽ മലയാളി കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയായ റെയ്മണ്ട് മൊറായിസ് ആണ് വിട പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. പാരാമെഡിക്സ് സംഘമെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. വെന്റിലേറ്ററിൽ തുടരവെ കഴിഞ്ഞ ദിവസം മരണം സ്ഥിരീകരിച്ചു. സംസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 8% ശമ്പള വർധന അംഗീകരിച്ച് NHS സ്കോട്ട്ലൻഡ് ജീവനക്കാർ. സ്കോട്ട്ലൻഡിലെ NHS നഴ്സുമാർ, മിഡ്വൈഫ്, പാരാമെഡിക്കുകൾ, മറ്റ് ഹെൽത്ത് കെയർ ജീവനക്കാർ എന്നിവർക്ക് 2 വർഷത്തേക്ക് പ്രഖ്യാപിച്ച 8% ശമ്പള വർധനയാണ് ജീവനക്കാർ വോട്ടിനിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ 1,70,000 വരുന്ന NHS ജീവനക്കാർക്ക് 2025-26 വർഷത്തേക്ക് 4.25%, അടുത്ത വർഷം 3.7% ശമ്പള വർധനയും ലഭ്യമാകുമെന്ന് സ്കോട്ട്ലൻഡ് ഹെൽത്ത് സെക്രട്ടറി നീൽ ഗ്രേ സ്ഥിരീകരിച്ചു. 700 മില്യൺ പൗണ്ട് ചെലവുള്ള സ്കീമിൽ പണപ്പെരുപ്പത്തിനെതിരെ ഗ്യാരണ്ടിയും നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം ശമ്പള വർധന എപ്പോഴും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനേക്കാൾ 1% മുകളിലായിരിക്കും. നിലവിൽ ഇംഗ്ലണ്ടിൽ ഓഫർ ചെയ്തിട്ടുള്ള 3%-നടുത്ത് വരുന്ന നിരക്കിനേക്കാൾ മെച്ചപ്പെട്ടതാണ് സ്കോട്ട്ലൻഡിൻ്റെ ഓഫർ. കൂടുതൽ പണം നൽകി ശമ്പള വർധന നൽകാനില്ലെന്ന് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ലേബർ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. സ്കോട്ട്ലൻഡിൽ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിലെ 60% അംഗങ്ങളും വർധനവ് അംഗീകരിച്ചു. എന്നിരുന്നാലും നല്ലൊരു ശതമാനം പേരും തള്ളിക്കളയാൻ വോട്ട് ചെയ്തത് നഴ്സുമാർക്കിടയിൽ രോഷം വ്യക്തമാക്കുന്നുവെന്ന് RCN സ്കോട്ട്ലൻഡ് ബോർഡ് ചെയർ ജൂലി ലാംബർത്ത് ചൂണ്ടിക്കാണിച്ചു. പുതുതായി ജോലി തേടുന്ന നഴ്സുമാർക്ക് ജോലി ലഭിക്കുന്നില്ല. കോഫി ഷോപ്പുകളിലും മറ്റ് മേഖലകളിലും പുതുതായി ജോലി തേടുന്ന നഴ്സുമാർക്ക് ജോലി കണ്ടെത്താൻ വിഷമിക്കുന്നതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോൺഗ്രസിൽ നടന്ന അടിയന്തര ചർച്ചയിൽ വെളിപ്പെട്ടു. ലിവർപൂളിൽ നടന്ന യോഗത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും NQNs തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചു. RCN വിദ്യാർത്ഥി അംബാസഡർ അലക്സ് നൈറ്റ് പറഞ്ഞത് ജോലികളില്ലെന്നും ഇത് സാധാരണമായി മാറുന്നുവെന്നുമാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർ കോസ്റ്റ പോലുള്ള കോഫി ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു. ഇതൊരു ദേശീയ ഫണ്ടിംഗ് പ്രതിസന്ധിയുടെ ഫലമാണെന്നും സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മറ്റൊരു നഴ്സ് ഹന്ന പൈ തൻ്റെ മാനസികാരോഗ്യ നഴ്സിംഗ് മാസ്റ്റേഴ്സിന് ശേഷം ജോലി ലഭിക്കാൻ പ്രയാസപ്പെട്ടതായി പറഞ്ഞു. 20 വിദ്യാർത്ഥികൾക്ക് 2 ജോലിക്കാർ മാത്രമാണ് ലഭ്യമായിരുന്നത്. RCN കോൺഗ്രസ് UK സർക്കാരിനോടും NHSനോടും സുസ്ഥിരത തന്ത്രം ആവിഷ്കരിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ചു. UKയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉടമകൾക്ക് യൂറോപ്യൻ വിമാനത്താവളങ്ങളിൽ ഗേറ്റുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന കരാറിൻ്റെ പടിവാതിൽക്കലാണ്.
ഇന്ന് ലണ്ടനിൽ നടക്കുന്ന EU ഉച്ചകോടിയിൽ സുരക്ഷാ പ്രതിരോധ കരാറുകൾക്കൊപ്പം ഇതും ചർച്ചയാകും. ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടീഷ് യാത്രക്കാർക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യേണ്ടതിനാൽ ദീർഘമായ ക്യൂകൾ നേരിടേണ്ടി വരുന്നു. ഗേറ്റ് ഉപയോഗം ഈ തടസ്സം കുറയ്ക്കും. യുവജന മൊബിലിറ്റി പദ്ധതിയും ചർച്ചയിലുണ്ട്. എന്നാൽ ലേബർ സർക്കാർ മൈഗ്രേഷൻ നിയന്ത്രിക്കാൻ സമയപരിധിയും കോട്ടയും നിർബന്ധിക്കുന്നു. സംഗീതജ്ഞർക്ക് യൂറോപ്പിൽ പര്യടനം എളുപ്പമാക്കാനും വെറ്റിനറി കരാർ വഴി കാർഷിക ഭക്ഷ്യമേഖലയ്ക്ക് ആനുകൂല്യം നൽകാനും UK ശ്രമിക്കുന്നു. ഒക്ടോബറിൽ EU ബയോമെട്രിക് ഡേറ്റ ആവശ്യപ്പെടുന്ന എൻട്രി എക്സിറ്റ് സിസ്റ്റം നടപ്പാക്കും. UKയുടെ ട്രാവൽ ഓതറൈസേഷൻ EU യാത്രക്കാർക്ക് ബാധകമാണ്. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ഈ കരാർ തൊഴിൽ, ജീവിത ചെലവ്, അതിർത്തി സുരക്ഷ എന്നിവ മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്നു. UK പൊതുമേഖല ഉൽപ്പാദനക്ഷമത കുറയുന്നു. 92,000 അധിക ജോലിക്കാർ ആവശ്യമായേക്കും. UK പൊതുമേഖലയിലെ ഉൽപ്പാദനക്ഷമത 2024 0.3% കുറഞ്ഞതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023 0.2% ഇടിവിന് ശേഷമുള്ള ഈ കുറവ് 2030 92,000-ലധികം ജോലിക്കാരെ നിയമിക്കേണ്ടി വരുമെന്ന് സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ട്രഷറിക്ക് 5.1 ബില്യൺ പൗണ്ടിന്റെ അധിക ചെലവ് വരുത്തും. മുൻകാല പാൻഡമിക് തലത്തിന് താഴെയാണ് ഇപ്പോഴത്തെ ഉൽപ്പാദനക്ഷമത. ചാൻസലർ റേച്ചൽ റീവ്സ് ബജറ്റിന് മുന്നോടിയായി ചെലവ് ചുരുക്കലിന് സമ്മർദ്ദം നേരിടുന്നു. ജൂൺ 11 പ്രസിദ്ധീകരിക്കുന്ന സ്പെൻഡിംഗ് റിവ്യൂവിൽ സർക്കാർ മുൻഗണനകൾ വ്യക്തമാക്കും. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പരിശീലനമോ പ്രവർത്തന മാറ്റങ്ങളോ ആവശ്യമാണെന്ന് BR നിർദ്ദേശിക്കുന്നു. NHSൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ യൂണിയനുകൾ ശമ്പള വർധന ആവശ്യപ്പെടുന്നത് ബജറ്റിന് ഭീഷണിയാണ്. ബർമിംഗ്ഹാം ആശുപത്രിക്ക് സമീപം പാർക്കിംഗ് നിയന്ത്രണങ്ങൾ. താമസക്കാർക്ക് ബർമിംഗ്ഹാമിലെ ക്വീൻ എലിസബത്ത് ആശുപത്രിക്കും ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിക്കും സമീപമുള്ള റോഡുകളിൽ പാർക്കിംഗ് പ്രശ്നങ്ങൾ മൂലം ബർമിംഗ്ഹാം സിറ്റി കൗൺസിൽ ഒരു റെസിഡന്റ് പെർമിറ്റ് സ്കീം നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ആശുപത്രി വികസനവും പുതിയ വീടുകളും കാരണം പാർക്കിംഗ് സ്ഥലങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് ഡെലിവറി, ബസ്, മാലിന്യ വാഹനങ്ങൾ എന്നിവയുടെ പ്രവേശനത്തിനും റോഡ് സുരക്ഷയ്ക്കും തടസ്സമുണ്ടാക്കുന്നു. 17 റോഡുകളിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രം പാർക്കിംഗ് അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് നിർദ്ദേശിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ള ആദ്യ പെർമിറ്റിന് 21.60 പൗണ്ടും രണ്ടാമത്തേതിന് 41.20 പൗണ്ടുമാണ് ചെലവ്. താമസക്കാർക്ക് മുൻഗണന നൽകാനും പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാനും കൗൺസിൽ ലക്ഷ്യമിടുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.